ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ചേമ്പ് കറി. അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങള് ചേമ്പ്, ചെറിയ ചേമ്പാട്ടാണുള്ളത്. പിന്നെ മഞ്ഞപ്പൊടി, ജീരകം. മഞ്ഞപ്പൊടി നമ്മുടെ പച്ചമഞ്ഞൾ എടുത്ത് അരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ പച്ചമഞ്ഞൾ ഇല്ലാത്തത് കൊണ്ട് മഞ്ഞപ്പൊടി എടുത്താം. പിന്നെ വെളുത്തുള്ളിയുടെ 2 അല്ലി, ചുമന്നുള്ളി ഒരു 3-4 പിന്നെ കുറച്ച് തേങ്ങ, രണ്ട് പച്ചമുളക്. പണ്ട് ഹസ്ബൻഡ് വീട്ടിൽ സ്ഥിരം കറി ഉണ്ടാക്കും എന്ന് പറയണ്ടേ. വല്യമ്മ വെച്ച് കൊടുക്കുന്ന കറി ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയണ്ടായിരുന്നു. അതിൽ പച്ചമഞ്ഞളൊക്കെ അരച്ച് ചേർക്കാറ്. ഇതിലിപ്പോ നമുക്ക് പച്ചമഞ്ഞൾ ഇല്ല, അപ്പൊ മഞ്ഞപ്പൊടി. അപ്പൊ ഇനി ആദ്യം നമുക്ക് ചേമ്പ് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇവർക്ക് പണ്ട് കൃഷി ഉണ്ടായിരുന്നു. അപ്പം പച്ചമഞ്ഞളും ചേമ്പും ചേന, കാച്ചില് അതിനൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. അതാണ് സ്ഥിരം ഈ കറി ഉണ്ടായിരുന്നെന്ന് പറയാൻ കാരണം. ഇത് കുറെ വർഷം ഇപ്പൊ ഈ കറി വെച്ച് കഴിച്ചിട്ട്. ചേമ്പ് ചുരണ്ടി കഴിയാറായി. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചുരണ്ടാൻ. പക്ഷെ ഇനി കൊഴുപ്പില്ല, കൊഴുപ്പ് കുറവാ. ഇനി വെന്ത് കഴിയുമ്പോ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. മറ്റേതിങ്ങനെ ഭയങ്കര കൊഴുപ്പുണ്ടാവൂലേ, ഇത് പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്നില്ല. ഈ കറിക്ക് ടേസ്റ്റ് നല്ല കൊഴുപ്പ് വേണം, കൊഴുപ്പുള്ള ചേമ്പായിരിക്കണം. ഇത് ചുരണ്ടി എടുക്കാൻ നല്ല എളുപ്പമില്ല. നമുക്ക് കഴുകി ഇത് അടുപ്പത്തോട്ട് വെക്കാം. ചേമ്പ് നന്നായിട്ട് കഴുകണേണേ. കഴുകിയിട്ടും അതിനാ കൊഴുപ്പില്ല. സാധാരണ ചേമ്പ് വെള്ളം നനയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊഴുകുഴായിരിക്കൂലേ, ആ ഒരു ഇതില്ല. വെള്ളത്തിലൊന്നും അറിയാനില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിഞ്ഞാൽ ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെ. അപ്പൊ പൈപ്പിൽ കൂടി വെള്ളം പറഞ്ഞില്ല. അപ്പൊ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് വെള്ളം പിടിച്ചു വെച്ചതാ. അപ്പൊ നമ്മൾ സ്റ്റൗ കത്തിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളം. ചേമ്പ് മുറിക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ ഇടാം. നിങ്ങൾ വിചാരിക്കട്ടെ വലിയ സ്പെഷ്യൽ കറിയാണോ ചേമ്പ് കൊണ്ടെന്ന് വിചാരിക്കും. അത്രയ്ക്കൊന്നും ഇല്ലട്ടാ. ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. അതിന് ഇപ്പോഴൊന്നും അധികം ആരും ഇങ്ങനെ ഉണ്ടാക്കാറില്ലെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചിട്ടില്ല, ഹസ്ബൻഡ് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കാൻ പോണതാ. എനിക്ക് ചേമ്പ് എടുത്താൽ ചൊറി. എന്തായാലും കൊഴുപ്പില്ലാത്ത ചേമ്പ്, അതുകൊണ്ട് കൊള്ളാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അരപ്പിനായിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും ഉപ്പും തേങ്ങയും കൂടിയിട്ട് ചവച്ചെടുക്കാം. നമുക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തേ. ഞാൻ പപ്പട കുത്തി കൊണ്ട് കുത്തിയെടുക്കാം. അതാ വെന്തു. അപ്പൊ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിടുവാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ തേങ്ങ ചതച്ച് ചേർക്കാനാണ് പറഞ്ഞത്. പക്ഷെ ചതച്ചല്ലായിരുന്നേ, അരച്ചായിരുന്നേ ചേർക്കാനുള്ളത്. അപ്പൊ അരച്ച് ചേർത്തിട്ട് അതിന്റെ കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അത് ചാച്ചി പറഞ്ഞ പോലെ കൊഴുപ്പൊന്നും വന്നില്ല. നല്ല കൊഴുപ്പുള്ള ചേമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ നല്ല കുറുകുറാ വരുമായിരുന്നു. ഇത് കുറച്ച് വെള്ളം പോലെ ഇരിക്കും. തണുക്കുമ്പോ റെഡിയാവുമെന്ന് അറിഞ്ഞൂടാ. എല്ലാം നന്നായിട്ട് വെന്തു. പിന്നെ കൊഴുപ്പില്ലാത്തത് ഞങ്ങൾ ഒരു ചേമ്പ് എടുത്ത് ഉടച്ച് ഇതിലോട്ട് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി കടുവറുത്തെടുക്കാം. കടുവറുക്കാൻ ചട്ടി വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ സ്പിരിറ്റില് എണ്ണ ഒഴിച്ച് ചൂടാവണേന് മുമ്പ് കടുകിട്ട്. അപ്പൊ ഇപ്പൊ കടുക് പൊട്ടി തുടങ്ങിയതേ ഉള്ളൂ. ശേഷം ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ കളറിലായി വരുമ്പോഴത്തേക്ക് മറ്റൊരു മുളക് ഇട്ട് കൊടുക്കണേ. 2 ആയിട്ടുണ്ട്. കറിയിലേക്ക് ഇടുക. ഓക്കെ, ഇത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഇടയ്ക്ക് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ. ചോറിലേക്ക് കറി വെക്കണേ. വേറെ കൂട്ടാനൊന്നും വേണ്ട. ഇതെടുത്ത് അങ്ങോട്ട് കുഴച്ചൊരു പിടി പിടിച്ചാൽ സൂപ്പറായിരിക്കും. ഓക്കെ, ഞാൻ കുറച്ച് ചോറിനോട് കറി എടുത്തു. നല്ല ആവി പറക്കണ കറി കഴിച്ചു നോക്കാൻ പോണേ. ഇപ്പൊ കൈ തൊടുമ്പോ ചെറിയ കൊഴുപ്പൊക്കെ തോന്നുന്നുണ്ട്.
ആ കൊള്ളാം, സൂപ്പറാ. ചൂടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ എന്ത് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാറുണ്ട്. നമ്മളെ വീട്ടമ്മമാരെല്ലാരും പെട്ടെന്ന് ജോലി ഒതുക്കിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരില്ലേ, അപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.